നമസ്കാരം. സമകാലീന നോവൽ സാഹിത്യത്തിൽ ഇന്ന് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതും സജീവമായിട്ട് ഇന്നും എഴുത്ത് നിലനിൽക്കുന്നതുമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട നോവലിസ്റ്റ് ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് വലിയ ഒരു വായനാ സമൂഹത്തെ സ്വന്തമാക്കിയ രണ്ട് നോവലിസ്റ്റുകൾ. അവരാണ് നമ്മളോടൊപ്പം ഇന്ന് ചർച്ചയ്ക്ക് കൂടെ ഉള്ളത്. റിഹാൻ, റാഷിദ് ആൻഡ് ശ്രീപാർവതി. നമസ്കാരം. നോവൽ, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ജനപ്രിയത ആഖ്യാനങ്ങൾ എന്നതാണ്. നോവൽ സാഹിത്യ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ജനപ്രിയമായ ആദ്യത്തെ കൃതി ആയിട്ട് നമുക്ക് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയം ഒക്കെ കണ്ടെത്താനായേക്കാം. അതായത് അവിടെ ധാരാളം തലമുറകൾ ഇഷ്ടത്തോടുകൂടി പറയുകയും അതിലേറെ ഇഷ്ടത്തോടുകൂടി കേൾക്കുകയും ചെയ്തിരുന്ന ഒരുപാട് കഥകൾ അത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നതാണ് ഐതിഹ്യമാലയുടെ ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ ഒരു സവിശേഷത. ഇനി കവിതയിലേക്ക് വരികയാണെങ്കിൽ ചങ്ങമ്പുഴയുടെ രമണനെയൊക്കെ നമുക്ക് ആദ്യത്തെ ജനപ്രിയ കവിതയായിട്ട് കണ്ടെത്താനാവും. പിന്നീട് അങ്ങോട്ട് 40കളിലും 50കളിലും ഒക്കെ മനോരമയും മംഗളം പോലെയൊക്കെയുള്ള പ്രസിദ്ധീകരണങ്ങൾ പ്രചാരത്തിൽ വരുന്നു. അതിൽ നോവൽ പരമ്പരകൾ എഴുതപ്പെടുന്നു. അതിലെഴുതിയ മുട്ടത്ത് വർക്കിയുടെയും കാനം ഈജയുടെയും ഒക്കെ ഒരു എഴുത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലാണ് ജനപ്രിയ സാഹിത്യം എന്നുള്ള ഒരു സാഹിത്യ ശാഖ പ്രബലമാവുന്നത്. അതുവരെ വായനാ സമൂഹത്തിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു പുതിയ വായനക്കാരുടെ കൂട്ടം രൂപപ്പെടുകയും അവരെ തൃപ്തിപ്പെടുത്തുന്ന നിരവധി എഴുത്തുകാർ ആ കാലഘട്ടത്തിൽ രംഗത്ത് വരികയും അവരുടെ കൃതികൾ വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് അന്നത്തെ മുഖ്യധാരാ സാഹിത്യത്തിലുള്ള സാഹിത്യകാരന്മാരെ ചൊടിപ്പിക്കുന്നുണ്ട്. അവർ സഞ്ജയൻ, എസ് ഗുപ്തൻ നായർ, അതേപോലെ തന്നെ ജോസഫ് മുണ്ടശ്ശേരി, നരേന്ദ്രപ്രസാദ് പോലെയുള്ള നിരൂപകരൊക്കെ ഈ ജനപ്രിയ സാഹിത്യത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ, നരേന്ദ്രപ്രസാദ് പറയുന്നുണ്ട് കടലാസിൽ എഴുതിയ വേശ്യാലയമാണത്. ഇത്തരത്തിൽ വരെ ജനപ്രിയ സാഹിത്യത്തെ വിമർശിക്കുന്ന, തുറന്ന് നിരൂപണങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സമയം ഉണ്ടാവുന്നുണ്ട്. അത് നിലവാരപ്പെട്ട സാഹിത്യമെന്ന് ഉത്തമ സാഹിത്യത്തെയും നിലവാരം കുറഞ്ഞ സാഹിത്യമെന്ന് പൈങ്കിളി സാഹിത്യത്തെയും രണ്ട് തലത്തിലേക്ക് ജനപ്രിയ മുഖ്യധാരാ സാഹിത്യ വിഭജനം അന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. ആ വിമർശനങ്ങളോടൊക്കെ പോരടിച്ചുകൊണ്ട് ഇന്ന് ജനപ്രിയ സാഹിത്യ ശാഖ മാറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥയിൽ നിന്നും മാറിയിട്ട് അക്കാദമിക തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സാഹിത്യ ശാഖയായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നും ആ ജനപ്രിയ മുഖ്യധാരാ വിഭജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ചോദ്യം രണ്ടുപേരുടെയും ഉത്തരങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. രണ്ടുപേരുടെയും ഒരു കോമൺ ക്വസ്റ്റ്യനാണ്. ഇന്നത്തെ കാലത്ത് ഈ ജനപ്രിയ വിഭജനം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ഉത്തമ തെളിവാണ് ഇത്തരം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലൊക്കെ ജനപ്രിയ സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേക സെഷൻ നടത്തപ്പെടുന്നത്. അങ്ങനെ ഒരു സെഷൻ നടക്കുന്നുണ്ട്. അതിൽ പാനലിസ്റ്റുകളായിട്ട് ഒരുപാട് ചർച്ചകളിൽ പോയ ആൾക്കാരാണ് ശ്രീപാർവതിയും റിഹാനും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളെ സമൂഹം കണക്കാക്കുന്നത് ജനപ്രിയ സാഹിത്യകാരന്മാരായിട്ടാണ്. ഇത് നിങ്ങൾക്കറിയോ നിങ്ങൾ ജനപ്രിയ സാഹിത്യകാരന്മാരാണ് എന്നുള്ളത്? ആ ലേബല്, ജനപ്രിയ സാഹിത്യകാരൻ എന്നുള്ളൊരു ലേബല് നിങ്ങൾക്ക് പതിച്ചു നൽകുമ്പോൾ ഈ ലേബല് നിങ്ങളുടെ തുടർ എഴുത്ത് ജീവിതത്തോട് എങ്ങനെ ഇടപെടുന്നു? അത് മുഖ്യധാരാ സാഹിത്യത്തിലേക്ക് കടക്കുന്നതിനൊരു പ്രശ്നമോ, അല്ലെങ്കിൽ അത് നിങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ ഈ ജനപ്രിയത എന്നുള്ളതിനെ നോക്കിക്കാണുന്നത് എന്ന് ആദ്യം. എല്ലാവർക്കും നമസ്കാരം. ജനപ്രിയ സാഹിത്യം എന്ന് പറയുന്നൊരു ലേബലാണ് നമ്മളിപ്പോഴും ഇവിടെ നിന്നും സംസാരിക്കുന്നത്. ജനപ്രിയത എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രിയമായത് എന്ന് തന്നെയാണ് അർത്ഥം. അതായത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏതാണോ വായിക്കുന്നത്, ഇതിനെ നമ്മൾ എല്ലാ മേഖലകളിലും, അത് കലയെടുത്താലും സംഗീതമെടുത്താലും
എല്ലാ ക്രിയേറ്റീവായിട്ടുള്ള മേഖലകളിലും ഒരു ജനപ്രിയതയുടെ ഒരു തലമുണ്ട് അല്ലേ? സിനിമ എടുത്താലും ഓഫ് കോഴ്സ് സിനിമാ സംഗീതങ്ങൾക്കാണ് കർണാട്ടിക് സംഗീതത്തെക്കാൾ കൂടുതൽ ആരാധകരുള്ളത്. മറ്റേതിന് ഒരു പ്രത്യേകത ഒരു തലത്തിൽപ്പെട്ട ആരാധകരുണ്ട്. അത് അങ്ങേയറ്റം എക്സ്ട്രീമായിട്ട് ആരാധിക്കുന്ന, ഭ്രാന്ത് പിടിച്ച് ആരാധിക്കുന്ന മനുഷ്യരുണ്ട്. സിനിമയാണെങ്കിലും അങ്ങനെ തന്നെ. അതുപോലെ തന്നെയാണ് എല്ലാ ക്രിയേറ്റീവ് മേഖലകളിലും ഉള്ളതുപോലെ തന്നെയുള്ളൊരു ഒരു പേരുമാറ്റം മാത്രമാണ് ഈ ജനപ്രിയ സാഹിത്യം എന്ന് എൻ്റെ ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതായത് എഴുത്തിൽ കുറച്ചും കൂടി എന്താ പറയുക, മനുഷ്യൻ്റെ നമ്മൾ വ്യക്തിയെ ഡയറക്റ്റ് കാണുന്ന, അതായത് മനുഷ്യൻ്റെ അധികം ഉള്ളിലെ ആത്മസംഘർഷങ്ങളിലേക്കും അല്ലെങ്കിൽ അവൻ്റെ ദേശങ്ങളുടെ കഥകളിലേക്കും ഒന്നും പോകാതെ നമ്മൾ കാണുന്ന കാഴ്ചകൾ, അതിനകത്ത് നമ്മൾ എൻജോയ് ചെയ്യുന്ന കുറേ അനുഭവങ്ങൾ, അനുഭൂതികൾ, ഇതൊക്കെ മാത്രമായിരിക്കാം ജനപ്രിയ. അതായത് മനുഷ്യർക്ക് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടി വരുന്നില്ല, ഒരുപാട് ആഴങ്ങളിലേക്ക് ചിന്തിച്ച് ബ്രെയിൻ വർക്ക് ചെയ്യും. ഓഫ് കോഴ്സ് ഇപ്പം ഞാൻ എഴുതുന്നത് ത്രില്ലർ സാഹിത്യമാണ്. അപ്പം ഉറപ്പായിട്ടും അതിനകത്ത് ഒരുപാട് ബ്രെയിൻ വർക്ക് വായിക്കുന്ന ഒരുപാട് പേര് പറയാറുണ്ട്. ഇപ്പോൾ വായിച്ച് കുറച്ച് കഴിയുമ്പം അവരും ഈ പറയുന്ന ഒരു ഡിറ്റക്റ്റീവിൻ്റെ ഒപ്പം സഞ്ചരിക്കുകയാണ്. ആരാണ് കൊലപാതകം ചെയ്തത് എന്ന് പറയുന്ന ഒരു അന്വേഷണം അവർക്കും ഉണ്ട്. അപ്പം ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ അവിടെ ഒരു ടെൻഷനില്ല. ടെൻഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഡിപ്രസീവായിട്ടുള്ളൊരു സ്ട്രെസ്സില്ല. നമ്മൾ ഒരു എൻജോയ്മെൻ്റാണ്, ഒരു പ്ലഷറാണ്. നമുക്ക് കുറേ എല്ലായിടത്തും പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഭയങ്കര ടെൻഷനിലിരിക്കുന്ന സമയത്ത് ഒരു ക്രൈം നോവൽ വായിച്ചാൽ അത് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം വായനയും ഇങ്ങനെ ഈ രീതിയിൽ ജനപ്രിയം എന്നുള്ള രീതിയിൽ ഒരു ആഖ്യാനത്തിലാണല്ലോ നമ്മളത് കൊടുക്കുന്നത്. ആ ഒരു രീതിയിൽ വായിക്കപ്പെടുന്നുണ്ട്. അതിപ്പോൾ റൊമാൻസ് ആണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള എന്ത് ഫിക്ഷൻ ആണെന്നുണ്ടെങ്കിലും ജനപ്രിയ സാഹിത്യത്തിൽ വരുന്ന ഒരു ലേബലുള്ള എന്ത് പുസ്തകമാണെങ്കിലും എന്ത് തന്നെ ആയാലും അത് ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് വായിക്കുന്നു, ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നു. എനിക്കൊന്ന് എല്ലാ കാലത്തും ഈ പറയുന്ന വേർതിരിവുകൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അതിനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇത് രണ്ടും പാരലായിട്ട് സഞ്ചരിക്കേണ്ടുന്ന രണ്ട് വഴികൾ തന്നെയാണ്. രണ്ട് വഴികളായിട്ട് തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ അത് രണ്ട് വഴികളായിട്ട് സഞ്ചരിച്ചോട്ടെ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നതിന് എന്താ പ്രശ്നം? അത് മാത്രമേ ഉള്ളൂ എൻ്റെ ചോദ്യം. ഈവൻ ലിറ്റററി ഫെസ്റ്റിവലുകൾക്ക് പോകുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമുക്കൊരു ലിറ്റററി ഫിക്ഷൻ എഴുതാൻ ആഗ്രഹമുണ്ട്, നമ്മൾ എഴുതിയേക്കാം. എനിക്ക് ഇപ്പോൾ റിഹാന ഒരു ലിറ്റററി ഫിക്ഷൻ എഴുതുന്ന ആളാണ് നിലവിൽ. പക്ഷേ റിഹാനയും ഇപ്പം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ജനപ്രിയ സാഹിത്യകാരൻ എന്ന് തന്നെയാണ്. നാളെ ഞാനൊരു ലിറ്റററി ഫിക്ഷൻ എനിക്കും ആഗ്രഹമുണ്ട്, ഞാൻ എഴുതാനുള്ള പല ഇതും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ എഴുതിയാൽ പോലും നാളെ ഒരു ലിറ്റററി ഫിക്ഷൻ പ്രോഗ്രാമിൽ വിളിക്കുമ്പോൾ ഓഫ് കോഴ്സ് എന്നെ ജനപ്രിയ സാഹിത്യത്തിൻ്റെ ഒരു കള്ളിയിലേക്ക് മാത്രമേ വിളിക്കുകയുള്ളൂ. അത് ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു പേര് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, ജനപ്രിയ സാഹിത്യകാരിയാണ്, കാരനാണ് എന്നുള്ളൊരു സാധനം. അത് മാറാൻ പോകുന്നില്ല. പിന്നെ കാലമെടുത്ത് മേ ബി ഒത്തിരി കാലമെടുത്ത് മാറാൻ സാധ്യത ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്കതിലൊരു ബുദ്ധിമുട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ബിക്കോസ് നമ്മൾ ഈ പറയുന്ന ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണത്. രണ്ടും മനുഷ്യർക്ക് വേണ്ടതാണ്. വായിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും ഈ രണ്ട് വഴികളും വായിക്കാൻ, ഏതാണോ വായിക്കാൻ അവർക്കിഷ്ടം ആ വഴി അവർ തിരഞ്ഞെടുത്തോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് മറ്റൊരാൾ ഉപദേശിച്ച് വേറെ ആൾ വഴി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കെന്താണോ വായിക്കാൻ ഇഷ്ടം അത് നമ്മൾ വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് വായിക്കുക. ഈവൻ ഇപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന പല കുട്ടികളും ഇപ്പം PhD-യുടെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ പുസ്തകം തിരഞ്ഞെടുക്കുന്നു എന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കാനുണ്ട്, ക്ലാസ്സിൽ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിലും വലുതായിട്ട് നമുക്ക് എന്താണ്? ഒരു പുസ്തകത്തിൽ നമ്മളെ അടയാളപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഒരു തീസിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അടയാളപ്പെടുകയാണ്, ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അടയാളപ്പെടുകയാണ്. അതിലും വലുതായിട്ട് പിന്നെ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്? അതാണ്.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം, ചോദ്യത്തിലേക്ക് വരാം. ഈ നമ്മൾ ജനാധിപത്യ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വായിക്കാനും ഉള്ളൊരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം ഏറ്റവും കൂടുതൽ ജനപ്രിയം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നതും നന്മയായിട്ട് പറയുന്നത് കുറേ ആൾക്കാർ വായിക്കുന്നു, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. അതെങ്ങനെ ഒരു തെറ്റായിട്ട് മാറുക? ഒരു വലിയ സമൂഹം, കുറേ ആളുകൾ, ഇതിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ രസകരമാണ്. എപ്പോഴും ഒരു എലൈറ്റിസം ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നാണ് ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. ഇതോടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ സംഗതികൾ നടപ്പുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ 1935 തോന്നുന്നുണ്ട്, മാതൃഭൂമിയിൽ EMS ഒരു ലേഖനം എഴുതുന്നുണ്ട് ജീവൽ സാഹിത്യത്തെക്കുറിച്ചിട്ട്. അത് ഏതാണ്ടൊരു ജനപ്രിയമാണ്. ഇപ്പുറത്ത് അസ്തിത്വ ദുഃഖവും അല്ലെങ്കിൽ മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിൽ എഴുതുന്നതാണ്. ഒരു കാലത്ത് നിഗൂഢമായതാണ് എന്തോ അതൊരു ബുദ്ധിജീവിയാണ്, അല്ലെങ്കിൽ ശരിക്കിതൊരു എലീറ്റ്, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവേണ്ടതല്ല, നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവേണ്ടതൊന്നും ആവശ്യമില്ല, ഇത് മുകൾ തട്ടിലുള്ള ആളുകൾ. നമ്മൾ പണ്ട് കാലത്തെ സാഹിത്യമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, അല്ലെങ്കിൽ അതിൽ ഇടപെട്ടിരുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സമൂഹത്തിൻ്റെ അകത്തൊരു ശ്രേണി ഉണ്ടായിരുന്നു. ഒരു ശ്രേണിയുടെ മുകളിലുള്ള, ഇപ്പം രാംദാസ് ചേട്ടനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ ഒരു മുകളിലുള്ള ആളുകൾക്കായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു അറിവ്, ജ്ഞാനമാണല്ലോ, അറിവിൻ്റെ ഒരു കൈമാറ്റം ഉണ്ടായിരുന്നു ഇതിനകത്ത് ആളുകൾ. ഇപ്പം നമ്മുടെ സാക്ഷരത, എന്താ പറയുക, ഏഷ്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ലയായിട്ട് മാറുന്ന കോട്ടയാണ് മാറുന്നത്. അല്ലെങ്കിൽ സാക്ഷരതയുടെ കാലത്ത് പോലും ഈ ജനപ്രിയതയ്ക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആളുകൾ അക്ഷരങ്ങൾ പഠിച്ചത് ഇതിൻ്റെ അകത്ത് പഠിച്ച് വായിച്ചു തുടങ്ങിയതാണ്. പിന്നെ ഇത് രസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന ബാറ്റൺ ബോസ് ആവട്ടെ, അല്ലെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ആളുകളാവട്ടെ, പമ്മൻ ആവട്ടെ, ഇങ്ങനെ മാപ്രസിദ്ധികൾ, മലയാള നാട്, പിന്നെ അങ്ങനെയുള്ള മാപ്രസിദ്ധികൾ. ഇപ്പം നമ്മളിപ്പം എല്ലാവരും പറയുന്നു മാതൃഭൂമി എന്നൊക്കെ പറയുന്നു. പക്ഷെ മാതൃഭൂമിയിൽ രതിയെക്കുറിച്ച് എന്തായിരുന്നു, രതി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നൊരു പഴയൊരു പതിപ്പുണ്ടായിരുന്നു, ആഴ്ചപ്പതിപ്പ് പോലത്തെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അതൊരു സെമി, അല്ലെങ്കിൽ നമുക്കൊരു അഡൾട്ട് കണ്ടൻറ്റ് വരുന്നൊരു സംഗതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ലോകത്ത് എല്ലായിടത്തും ഈ അഡൾട്ട് കണ്ടൻറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ വായിച്ച് പോകാവുന്ന, ആളുകൾക്ക് കണക്റ്റ് ആവുന്ന സംഗതി ഉണ്ട്. ഇപ്പം ഇതിനെയാണ് ജനപ്രിയം എന്ന് പറയുന്നത്. അതായത് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വായിക്കുന്ന ഒരു സംഗതി എന്നുള്ളത്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ ലിറ്റററി ഫിക്ഷൻ എന്ന് പറയുന്നത്. ലിറ്റററി ഫിക്ഷൻ എന്ന് പറയുമ്പോൾ കുറേ കൂടെ എന്താ പറയുക, നമ്മൾ മനസ്സിലാവാത്തത് എന്തോ ലിറ്റററി ഫിക്ഷൻ ആവുക എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു കുറേ കാലങ്ങളിലൊക്കെ. അല്ലെങ്കിൽ നിഗൂഢമായിരിക്കുക, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കുന്ന സംഗതികൾ ഉണ്ടാവുക, എല്ലാവർക്കും ഇതിൽ ഏറ്റവും വലിയ പോയിൻ്റ് എന്താ വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവാത്തത്. അപ്പോൾ നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചിട്ട് പറയുന്നു, ഫാസിസത്തെക്കുറിച്ചിട്ട് പറയുന്നു, മനുഷ്യൻ്റെ മറ്റ് വൈകാരികതകളെക്കുറിച്ചിട്ട്, ഒരു മനുഷ്യനെ അടിച്ചമർത്തുന്നതിനെ കുറിച്ചിട്ട് പറയുന്നു, ഈ ഇൻക്ലൂസീവ്നെസ്സിനെ കുറിച്ചിട്ട് പറയുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് ഇതൊരു ഇൻക്ലൂസീവ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം വായിച്ചാൽ മതി, ഒരു കൂട്ടം ആളുകൾ മാത്രം സാഹിത്യത്തെ അനുഭവിച്ചാൽ മതി എന്ന് പറയുന്നിടത്ത് മുതലുള്ളൊരു പ്രശ്നമാണത്. ഈ പുതിയ കാലത്തേക്ക് വരുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഈ മാഗസിൻ്റെയൊക്കെ കാലം പിന്നിട്ട് നമ്മളിപ്പോൾ ജീവിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. സോഷ്യൽ മീഡിയ വലിയൊരു ചന്തയാണ്, എല്ലാവർക്കും ഓരോ ചുവരുകളുള്ള ചന്തയാണ്. അവിടെ ഇതിന് കുറേ കൂടെ വിസിബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഈ പുസ്തകങ്ങളെ ആർക്കും അങ്ങനെ നിർബന്ധപൂർവ്വം ഒന്നും ചെയ്യില്ല, നമ്മൾക്കിങ്ങനെ ഇതിനെ കാണിക്കാൻ, അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കാനൊരു വലിയ വഴിയാണ്. പഴയ കാലത്ത് മാഗസിനുകളിൽ എഴുതണം, പത്രങ്ങളിൽ എഴുതണം, അപ്പോൾ അത് തന്നെ സമയമെടുക്കും ആളുകളിലേക്ക് എത്താൻ. ഇപ്പം നിങ്ങളൊരു പുസ്തകം വാങ്ങുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകമാണെങ്കിൽ നിങ്ങൾ അതിന് ഒരു പ്രശംസ പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാന്ന്. രസകരമായ ഒരു സംഗതി എന്താ വെച്ചാൽ, ഈ പുസ്തകത്തിലൂടെ, ജനകീയമായിട്ടുള്ള പുസ്തകങ്ങളിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ മറ്റൊരു ആർട്ടിനെ ഉണ്ടാക്കുന്നുണ്ട്.
ഈ പറയുന്ന നിങ്ങൾ എന്ന് പറയുന്നത് ഇത് വായിക്കുന്ന അല്ലെങ്കിൽ ഇതിനോട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതിൻ്റെ അകത്തുനിന്ന് മറ്റൊരു ആർട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ആർട്ടും ജനകീയമാണ്. ആ ആർട്ടാണ് നമ്മൾ കാണുന്ന റീൽസുകൾ. ഒരു പുസ്തകം വായിച്ച് ആ പുസ്തകത്തെ വെറുതെ ഒരു ഫോട്ടോ എടുക്കുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ അകത്തൊരു ക്രിയേറ്റീവ്, അതിൻ്റെ അകത്തൊരു ആർട്ട് സംഭവിക്കുന്നുണ്ട്. ഈ ആർട്ടും ജനകീയമാണ്. ഇതിനും കാണാൻ ആളുകളുണ്ട്. ഇത് വൈറലാണ്. ഇതൊക്കെ ഇതിൻ്റെ അല്ലെങ്കിൽ നന്മ വശങ്ങൾ എന്ന് പറയുന്നു. പക്ഷേ പുതിയ കാലത്തേക്ക് വരുമ്പോൾ എനിക്ക് ഇതിനൊരു വിയോജിപ്പും കൂടെയുണ്ട്. പുതിയ കാലത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഭാഷയിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. ഭാഷയെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ഭാഷയ്ക്ക് പ്രാധാന്യമില്ലാതെ, ഒരു ആഖ്യാനത്തിൻ്റെ ഭംഗിയില്ലാതെ, ഒരു പറയാനുള്ളത് പറഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ പല പുസ്തകവും വായിക്കുമ്പം ഇതാണ് ഇവിടെ ഏറ്റവും കുഴപ്പമുണ്ടാക്കുന്നൊരു സംഗതി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലിറ്റററി ഫിക്ഷൻ ആളുകൾ പറയുന്നത്. ഇവർ മലയാള സാഹിത്യത്തെ കൊല്ലാൻ പോവുകയാണ്, മലയാള സാഹിത്യത്തിൻ്റെ കഴുത്ത് വെക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇതിനൊരു ഉത്തരവാദിത്വമോ, അല്ലെങ്കിൽ ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയിൽ മറ്റൊരു ഭാഷയെ നിർമ്മിക്കലാണ് എപ്പോഴും ഫിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷാപരമായിട്ടുള്ള ഭംഗിയില്ല, ഒരു സെൻറ്റൻസ് പോലും മര്യാദയ്ക്ക് എഴുതാൻ പറ്റാത്ത, നമ്മൾ എന്തോ പറയാനുണ്ട്, ഞാനൊരു സംഗതി പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ അകത്തൊരു ഇടപെടൽ, കലയിൻ്റെ അകത്തൊരു അനുഭവം ഉണ്ടാക്കലോ കലയിനകത്തൊരു ഇടപെടൽ ഉണ്ടാക്കലോ സംഭവിക്കാതെ പ്ലെയിനായിട്ട് എഴുതി പോകുന്ന കുറേ പുസ്തകങ്ങളുണ്ട്. ആളുകളുടെ പേരെടുത്ത് പറയുന്നൊന്നും ശരിയല്ല, പക്ഷെ പ്ലെയിനായിട്ട് എഴുതി പോകുന്ന ഇത് കാണുമ്പോഴാണ് കുറേ കൂടെ നേരത്തെ പറഞ്ഞ കുറച്ച് ഗൗരവമായിട്ടൊക്കെ വായിക്കുന്ന ആളുകളൊക്കെ അയ്യോ ഇതെന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്, ഇയാൾക്കൊരു മലയാളത്തിലൊരു സെൻറ്റൻസ് മര്യാദയ്ക്ക് എഴുതാൻ അറിയില്ലല്ലോ, ഈ നിറയെ അക്ഷരത്തെറ്റാണല്ലോ, പിന്നെ കഥയ്ക്ക് വാലും തലയുമില്ലല്ലോ, ഇങ്ങനെ പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ രണ്ട് വശവും പറയണമല്ലോ, അതുകൊണ്ടുകൂടെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു ആക്ഷേപമാണ്. ഈ ആക്ഷേപം നമ്മൾ പറയാറില്ലേ, അടിക്കാനുള്ള വടി വെട്ടി കൊടുത്തു എന്ന് പറയുന്നത് പോലുള്ള ഒരു സംഗതിയാണ്. അപ്പം ഇത് എഴുതുന്ന ആളുകൾ കുറേ കൂടെ എഴുത്ത് എന്നുള്ളതിന് ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. ഇപ്പോൾ എഴുത്ത് പലപ്പോഴും നമ്മളൊരു എല്ലാം വൈറലാണ്, നമുക്ക് എല്ലാം ട്രെൻഡാവുക എന്നുള്ളതാണ്. നമുക്കൊക്കെ ട്രെൻഡാവുക എല്ലാത്തിനും ട്രെൻഡാവുക. അപ്പം എഴുത്തിനപ്പുറത്തേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന ട്രെൻഡ്, ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന ഫെയിമുകൾ, ഇത് എന്താ പറയുക, ഞാനൊരു പുസ്തകം ചെയ്തു, പുസ്തകമൊക്കെ ചെയ്തപ്പോൾ വളരെ പൂ പറിക്കുന്നത് പോലുള്ള എളുപ്പമുള്ള സംഗതിയാണ്. പഴയ കാലത്തെ പോലെയൊന്നുമല്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും പുസ്തകം ചെയ്യാം, എല്ലാവരും പുസ്തകം ചെയ്യട്ടെ കേട്ടോ. ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല പറയുന്നത്, ആർക്ക് വേണമെങ്കിലും എന്നുള്ളത് ആ അർത്ഥത്തിലല്ല പറയുന്നത്. എഴുതുന്ന ആൾക്കാർക്ക് ഒരു ആത്മപ്രശംസ നടത്താനുള്ള സകല സൗകര്യമുള്ളൊരു കാലത്താണിത്. ആത്മരതിയടിയ എന്നൊക്കെ പറയുന്നില്ല, നമ്മളെ സ്വയമായിട്ട് നമ്മളെ പ്രദർശിപ്പിക്കാനുള്ള ആത്മപ്രദർശനത്തിന് നല്ല സാധ്യതയുള്ള സാങ്കേതിക വിദ്യയുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇത് പലപ്പോഴും വെറും ആത്മപ്രദർശനം മാത്രമായി പോകുന്നുണ്ട്. നമ്മൾ സാഹിത്യം വായിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റാം കെയർ ഓഫ് ആനന്ദി പിന്നെ നമ്മുടെ ആൾക്കൂട്ടം, ആനന്ദിൻ്റെ ആൾക്കൂട്ടം പക്ക പ്യുവർലി ലിറ്റററി ഫിക്ഷനാണ്. അഖിലിലേക്ക് വരുമ്പോൾ അത് പോപ്പുലർ ഫിക്ഷനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സംഗതി എന്താ വെച്ചാൽ ഇത് രണ്ടും ഒരു നഗരത്തിലെ ആൾക്കൂട്ടത്തിൻ്റെ കഥ പറയുന്ന ഒരു സംഗതിയാണ്. ആനന്ദിൻ്റെ ആൾക്കൂട്ടം ബോംബെ നഗരത്തിലുള്ള അതിൻ്റെ അകത്തുള്ള മനുഷ്യാവസ്ഥകളെക്കുറിച്ച് പറയുന്ന ഫിലോസഫിക്കലി ആയിട്ട് പറയുന്നു. ഇവിടെയും വരുമ്പോഴെന്താ വെച്ചാൽ ഇവിടെ അഖിലിലേക്ക് വരുമ്പോൾ അതിൽ പുതിയ തലമുറയ്ക്ക് കുറേ കൂടെ കണക്റ്റ് ആവുന്നു, നിങ്ങൾക്കൊക്കെ കുറേ കൂടെ കണക്റ്റ് ആവുന്ന രീതിയിൽ നമ്മുടെ ഭാഷ അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഏറ്റവും തൊട്ട് പോകുന്ന രീതിയിൽ അഖിലിന് അതിന് പറയാൻ പറ്റുന്നു. അപ്പോൾ അതിൻ്റെ ഇമോഷൻസ്, ഇപ്പം കുറേ കൂടെ ഇമോഷൻസാണ് അഖിലൊക്കെ കൺവേ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരം പുസ്തകങ്ങളാണ്. ഈ ഇമോഷൻസ് നമ്മളൊക്കെ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് എത്ര വായന ഉണ്ടാകുന്നത്. ഇപ്പം ഏറ്റവും 4 ലക്ഷം കോപ്പി അഖിലിൻ്റെ ആ പുസ്തകം വിറ്റുപോയി എന്ന് പറയുന്നു. അപ്പം അതൊരു അതേ അളവിൽ അഖിലിനെതിരെ അല്ലെങ്കിൽ ഈ വിഭാഗം പുസ്തകങ്ങൾക്കെതിരെ വലിയ ആക്ഷേപങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പം
എൻ്റെ ഒരു കൺക്ലൂഡ് ചെയ്യുന്നത് ഇത്രയാണ്, രണ്ട് വിഭാഗങ്ങളും ഇവിടെ ആവശ്യമുണ്ട്. ചോയ്സുകളുണ്ട് നമുക്ക്. ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്, ഏത് പുസ്തകം വായിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ആർക്കും തീരുമാനിക്കാവുന്നതാണ്. നമുക്ക് ഒരു പുസ്തകത്തിൻ്റെ ബ്ലർബോ അല്ലെങ്കിൽ ബ്ലർബ് നോക്കിയാൽ പോലും അറിയാം നമുക്കിത് നമ്മുടെ രുചിക്ക് പറ്റിയതാണോ, നമ്മുടെ ടേസ്റ്റിന് പറ്റിയതാണോ. അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിനോട് ചോദിക്കാം. ഇനി അല്ലെങ്കിൽ ആ പുസ്തകം പുസ്തകശാലയിൽ നിന്നോ ലൈബ്രറിയിൽ നിന്നോ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കൊരു കലത്തിലെ ചോറ് മുഴുവൻ വെന്തോന്ന് നോക്കാൻ മുഴുവൻ അരിയും ഓരോന്നായിട്ട് എടുത്ത് നോക്കേണ്ട കാര്യമില്ല. അതിലൊരൊറ്റ വറ്റ് മതി, അല്ലെങ്കിൽ ഒരു സ്പൂണിൽ കോരിയെടുക്കുന്ന ചോറ് മതി. അപ്പം അങ്ങനെ ചോയ്സുകളുള്ള കാലത്ത് എന്തിനാണ് ഈ മൽപ്പിടുത്തങ്ങളും ദ്വന്ദ്വയുദ്ധങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്കിതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങളിത് വായിക്കൂ, നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അത് വായിക്കൂ. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന സംഗതി വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ പലവിധ മാറ്റങ്ങൾക്കും സാധ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ സാക്ഷരത ഇതിൻ്റെ ഭാഗം വരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. തീർച്ചയായും എല്ലാ കാലത്തും ഈ ഒരു വിഭജനം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അന്ന് നിരൂപണങ്ങളാണെങ്കിൽ, ഇന്ന് കുറച്ചുകൂടി തുറന്ന വിമർശനങ്ങളില്ല എങ്കിൽ കൂടി വിമർശനങ്ങൾ ഇന്നും ഉണ്ട്. IMSൻ്റെ ലേഖനം പറഞ്ഞപ്പോഴാണ് ഓർമ്മ, സമകാലീന ഒരു ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഒരു ജനപ്രിയ സാഹിത്യത്തെ ഇങ്ങനെ ഒരു ബാധ്യതയായിട്ട് കണക്കാക്കുന്നത്? അതവിടെ ഇഷ്ടമുള്ളവർ വായിച്ചോട്ടെ, ഇഷ്ടമുള്ളവർ എഴുതട്ടെ, ഇഷ്ടമുള്ളവർ വായിക്കട്ടെ. ഇനി അത് സാഹിത്യത്തിൻ്റെ മൂല്യച്യുതിയൊക്കെ ബാധിക്കുമെന്നുള്ളതൊക്കെയാണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ച പോലെ ജനപ്രിയ സാഹിത്യ കൃതികളിൽ ജനപ്രിയമാണ്, സൂക്ഷിക്കുക എന്നുള്ളൊരു ബോർഡ് വെച്ചാൽ മതി എന്നൊരു ലേഖനത്തിൽ പറയുന്നുണ്ട്. സന്ദർഭോചിതമായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇനി ശ്രീപാർവതിയോടാണ്, എനിക്ക് എഴുത്തിനെ കുറിച്ചാണ്. ശ്രീപാർവതീൻ്റെ ആദ്യത്തെ പുസ്തകം തൊട്ടിങ്ങോട്ട് ഭൂരിഭാഗവും ക്രൈം ത്രില്ലേഴ്സാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രേമാശ്രമം വന്നു, പിന്നെ മാധവിയാണ് അവസാനത്തെ പുസ്തകം എന്ന് തോന്നുന്നു. പ്രേമാശ്രമമാണ്. ഓക്കെ, മാധവിയും പ്രേമാശ്രമവും കുറച്ച് ഡിഫറെൻ്റാണ്, എന്നാൽ ഭൂരിഭാഗവും ക്രൈം ത്രില്ലേഴ്സാണ്. എന്തുകൊണ്ടാണ് കുറ്റാന്വേഷണം, എങ്ങനെ കുറ്റാന്വേഷണത്തിലെത്തി? അതിൻ്റെ കൂടെ കുറ്റാന്വേഷണം എന്ന് പറയുന്നത് ശരിക്കും മറ്റ് എഴുത്തുകളിൽ നിന്ന് കുറച്ചുകൂടി പണിയുള്ളൊരു കേസാണ്. അതിൻ്റെ റിസർച്ച് വർക്ക് കാര്യങ്ങൾ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയത്, കുറ്റാന്വേഷണ നോവലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ വരുന്ന ഓരോ ചെറിയ എറേഴ്സും, അതായത് വസ്തുതയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കേസ് അന്വേഷണത്തിൻ്റെ പ്രൊസീജിയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ചെറിയ എറർ വന്നാൽ വായനക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളിലും നിങ്ങളുടെ നോവലിലുള്ള വിശ്വാസ്യത അവിടെ തീർന്ന്. അപ്പോൾ അതീവ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഈ കുറ്റാന്വേഷണത്തിലേക്ക് എങ്ങനെ എത്തി, ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഹോംവർക്കുകൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ. കുറ്റാന്വേഷണം എനിക്ക് ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാനത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണല്ലോ. അതായത് എനിക്കത് തരുന്നൊരു ലഹരിയുണ്ട്. അത് മറ്റൊരാൾ വായിക്കുന്നു എന്നതിൻ്റെ അപ്പുറം അത് എഴുതുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു എക്സ്റ്റസി. ഇപ്പോൾ പല പുസ്തകങ്ങളും, എനിക്ക് പോയിട്രി കില്ലർ മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ ഇന്ന ആളാണ് കൊലപാതകം ചെയ്തതെന്ന് ഫിക്സ് ചെയ്ത് എഴുതിയൊരു പുസ്തകം. ബാക്കി ഒരു പുസ്തകവും ഇന്ന ആരാണ് കൊലപാതകം ചെയ്തതൊന്നും നോക്കിയല്ല എഴുതി ഒരു 1 ലൈൻ നമ്മുടെ കയ്യിലുണ്ട്, അത് എഴുതി തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഒരു എഴുത്ത് നമ്മളെ കൊണ്ടുപോകുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ആരാണിത് ചെയ്യുന്നത് എന്നുള്ളത് ഈ അന്വേഷണം നടത്തുന്ന ആൾക്കൊപ്പം മാത്രമാണ് ഞാൻ കണ്ടെത്തുന്നത്. അതായത് ഏതാണ്ട് ഒരു 1/4 ഭാഗം എത്തുമ്പോഴാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റാന്വേഷകൻ്റെ അതേ മൈൻഡ് സെറ്റാണ്. ഹായ്, ഞാൻ കണ്ടുപിടിച്ചു, ഈ ഇന്നാളായിരുന്നു, ഇതായിരുന്നു കാരണമല്ലേ എന്ന് പറയുന്നൊരു സാധനം നമ്മളിലേക്കും കിട്ടുകയാണ്. ആ അന്വേഷിക്കുന്ന ആൾക്ക് എന്താണോ അവിടെ ഒരു മനസ്സിന് കിട്ടുന്ന ഒരു ഫീല്, ആ ഫീല് എഴുതുന്ന എനിക്കും കിട്ടുകയാണ്. അപ്പോൾ അത് തരുന്നൊരു ലഹരിയുണ്ട്. എനിക്ക് തോന്നുന്നു, ഇപ്പം നമ്മൾ അറിയില്ലേ, നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു, അയാളത് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ, ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ വേറെ. പക്ഷേ വൺസ് അത് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഓരോ പ്രോസസ്സും കഴിഞ്ഞ് ആ കുറ്റവാളിയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും അയാൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷം തന്നെയാണ് സത്യത്തിൽ എഴുതുന്ന ഈ ഒരു ക്രൈം എഴുതുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് തന്നെയാണ്. കാരണം നമ്മൾ അവിടെ എത്തിച്ചേരുമ്പോൾ
നമ്മൾ ആ ഒരു ലഹരിയുണ്ട്. അപ്പം ഈ ഓരോ പുസ്തകങ്ങൾ എഴുതുമ്പോഴും കൂടുതൽ കൂടുതൽ ലഹരി വേണം എന്നുള്ളതൊരു പ്രശ്നമാണ് സ്ഥിരമായിട്ട് എഴുതുമ്പം. കാരണം ആദ്യം എന്തായിരുന്നോ അത് തന്ന ഒരു ലഹരിയേക്കാൾ കുറച്ച് കൂടുതൽ വേണം. കാരണം നമ്മൾ എല്ലാം അങ്ങനെയാണല്ലോ, നേരത്തെ ചെറിയ അളവിലാണ് അടിച്ചതെങ്കിൽ പിന്നെ കൂടിയ അളവിൽ അടിക്കേണ്ടി വരുമല്ലോ നമുക്ക് ആ ഒരു ഫീല് കിട്ടാൻ. അതാണ് നമ്മുടെ അവസ്ഥ. അതായത് കുറച്ച് കൂടുതൽ ഫീല് കിട്ടിയാൽ മാത്രമേ പിന്നെ അടുത്ത പുസ്തകം നമുക്ക് എഴുതി തീർക്കാനും അത് പബ്ലിഷ് ചെയ്യണമെന്ന് തീരുമാനിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പബ്ലിഷ് ചെയ്യാത്ത ഒരുപാട് ഡ്രാഫ്റ്റുകൾ എൻ്റെ മെയിൽ കിടപ്പുണ്ട് ഇപ്പോഴും. അപ്പോൾ പബ്ലിഷ് ചെയ്തത് അത്രയും എന്നെ ലഹരി പിടിപ്പിച്ച, എന്നെ ഇഷ്ടപ്പെടുത്തിയ എഴുത്തുകൾ മാത്രമേ ഞാൻ പബ്ലിഷ് ചെയ്യാറുള്ളൂ. അപ്പം ഇതുപോലെ പ്രേമാശ്രമം അതങ്ങനെ. പക്ഷേ മാധവി എന്നൊക്കെ പറയുന്നത് അത് ഇൻവെസ്റ്റിഗേഷൻ അല്ല, എങ്കിൽ പോലും ഒരു ക്രൈം ത്രില്ലർ സ്വഭാവമുള്ള പുസ്തകമാണ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും വലിയ ഒരു ആശങ്ക, ഇപ്പം നാളെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പുസ്തകം നാളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വായിച്ചു, അല്ലെങ്കിൽ ഒരു ഫോറൻസിക് ഡോക്ടർ വായിച്ചു. അപ്പോൾ അതിനകത്തൊരു വിശ്വാസം, ഇപ്പം പറഞ്ഞ പോലെ ഒരു സത്യസന്ധതയുണ്ട്. അപ്പം നമ്മളാദ്യം നമ്മളോട് തന്നെ ആ ഒരു സത്യസന്ധത കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തോ എഴുതിക്കോട്ടെ, എന്ത് മനുഷ്യരായിക്കോട്ടെ. അപ്പോൾ നമ്മളാദ്യം നമ്മളോട് ആ ഒരു സത്യസന്ധത കാണിക്കുക, നമ്മൾ എഴുതുന്ന പുസ്തകങ്ങളോട് ആ സത്യസന്ധത കാണിക്കുക, നമ്മളെ വായിക്കാൻ എടുക്കുന്ന മനുഷ്യരോട് നമ്മൾ ആ ഒരു സത്യസന്ധത കാണിക്കുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുമാത്രം അതിനെക്കുറിച്ച് നമ്മൾക്ക് അന്വേഷിക്കാൻ പറ്റുമോ അത്രയും അന്വേഷണം നമ്മൾ ആ പുസ്തകങ്ങളിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് ഏത് പുസ്തകമായാലും കേട്ടോ, എന്ത് പുസ്തകമായാലും. ഇപ്പം മാധവി എന്ന് പറയുന്നൊരു പുസ്തകം, ഞാൻ ഏറ്റവും കൂടുതൽ റിസർച്ച് എൻ്റെ ലൈഫിൽ നടത്തിയൊരു പുസ്തകം മാധവിയാണ്. കാരണം അത് ഇൻവെസ്റ്റിഗേഷൻ അല്ല, എങ്കിൽ പോലും അതിനുവേണ്ടി സത്യത്തിൽ എൻ്റെ ലൈഫ് തന്നെ കൊടുത്തിട്ടാണ് ഞാൻ അതിനെപ്പറ്റി വേണ്ടുന്ന റിസർച്ച് നടത്തിയത്. കാരണം മന്ത്രവാദം ഉൾപ്പെടെ പഠിച്ച് അതിന് വേണ്ടിയിട്ട് പല പല സംഭവങ്ങൾ അത് വായിച്ചവർക്കറിയാം അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു ബാക്കിയാണ് ഇപ്പം ഏറ്റവും പുതിയ പുസ്തകം, ഇപ്പോൾ പുറത്തിറങ്ങിയ പുസ്തകം. അതിൻ്റെ ഒരു ബാക്കിയാണ്. അപ്പം ആ സമയത്ത് നമുക്ക് കിട്ടിയ കുറേ അറിവുകളുണ്ട്. ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ ഈ സംഭവങ്ങളെ മുൻനിർത്തി, മന്ത്രവാദം, അതുപോലെ വിച്ച് ക്രാഫ്റ്റ്, അതുപോലെയുള്ള സംഭവങ്ങളെ മുൻനിർത്തിയിട്ടും. അപ്പം എനിക്ക് അങ്ങനെ കുറേ മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി. അപ്പോൾ അത്രയും ഗവേഷണം നമ്മൾ ഒരു പുസ്തകത്തിന് വേണ്ടി ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. അത് നമ്മളോട് കാണിക്കുന്ന സത്യസന്ധതയാണ്. വായനക്കാർ രണ്ടാമതാണല്ലോ. ആദ്യം നമ്മളോട് ആ ഒരു സത്യസന്ധത ഏത് എഴുത്തുകാരനും, അത് എന്ത് സാഹിത്യകൃതിയോ ആയിക്കോട്ടെ, അതുണ്ടാവണം എന്നുള്ളതാണ് ആ ഒരു എഴുത്തിനോട് നമ്മൾ കാണിക്കേണ്ടുന്ന ഉത്തരവാദിത്വം. റിഹാനോടാണ്. റിഹാനെ വായിച്ചപ്പോൾ എനിക്ക് മുഴുവൻ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റില്ല, എന്നാലും എല്ലാ പുസ്തകത്തിൻ്റെ ഒരു ഏകദേശ സ്വഭാവവും ഒക്കെ ഞാൻ നോക്കിയിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തു. എനിക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നി, എഴുതിയ പുസ്തകങ്ങളൊക്കെ ഒന്ന് മറ്റൊന്നിനോട് യാതൊരു സാമ്യമില്ലാത്ത, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പുസ്തകങ്ങളാണ് എഴുതിയതൊക്കെ. ഇപ്പോൾ ഡോൾസ് ഒരു ക്രൈം അതിലുണ്ട് എങ്കിൽ കൂടി അതൊരു ക്രൈം ത്രില്ലറാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ മറ്റ് ആഖ്യാന സവിശേഷതകളാണ് ഡോൾസിനെ വ്യത്യസ്തമാക്കുന്നത്. മോഡസ് ഓപ്പറാൻഡി ഒരു കുറ്റാന്വേഷണ നോവൽ. ഈ പ്രണയജിന്നുകളാണെങ്കിൽ വേറൊരു സാധനമാണ്. വരാൽമുറിവുകൾ, ഏറ്റവും പുതിയ കാകപുരാണം വേറൊരു സാധനമാണ്. അപ്പോൾ എഴുതാൻ ഇപ്പോൾ നമ്മളെ മലയാള സാഹിത്യ നിരീക്ഷണത്തിൽ ഒരു പോരായ്മയായിട്ട് എനിക്ക് എന്നും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഓരോ നോവലിസ്റ്റിനും ഓരോ കള്ളി പതിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അക്ബർ കക്കട്ടിൽ അധ്യാപക കഥകൾ എഴുതുന്നതാണ്. ബിനോയ് തോമസ് കുടിയേറ്റത്തിൻ്റെ കഥാകാരനാണ്. അതേപോലെ തന്നെ അംബിക സുധമ്മങ്ങാട് പരിസ്ഥിതി എഴുത്തുകാരനാണ്. ഇങ്ങനെ ഓരോ കള്ളി നമ്മൾ പതിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കള്ളിയിലും നിൽക്കൂല, നിർബന്ധമായിട്ടും കൊതറിയോടും എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് റിഹാൻ ഓരോ പുസ്തകത്തിൻ്റെയും വിഷയങ്ങൾ സ്വീകരിച്ചത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് ഈ വിഷയ വൈവിധ്യത്തിന് പിന്നിലുള്ള രസതന്ത്രം എന്നുള്ളതാണ് ചോദ്യം. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത് എന്നുള്ളത്. എനിക്ക് വളരെ ഇഷ്ടമായി ഈ ചോദ്യം.
ആദ്യം. പിന്നെ ദിജു പറഞ്ഞതുപോലെ, ശ്രീ പറഞ്ഞതുപോലെയൊക്കെ നമുക്കൊരു കിക്കാണ് ഇതൊക്കെ. ഇതൊരു സുഖം ഉണ്ടാക്കുന്നൊരു പരിപാടിയാണ്. ഇങ്ങനൊരു ഇപ്പം ദിജു പറയുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആത്മ സന്തോഷമൊക്കെ ഇങ്ങനെ ഒരു നുരയടിക്കുകയാണ്. വലിയ ഇങ്ങനെ കടപ്പുറത്ത് പോയിക്കുന്നവരിങ്ങനെ തിര ഇങ്ങനെ കടലടിക്കുന്ന പോലെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആത്മഹർഷം ഉണ്ടല്ലോ, ഈ സംഗതി തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മൾ റിഹാൻ്റെതായിട്ട് വായിക്കുമ്പം നമ്മളൊരു മുൻധാരണ ഇല്ലാതെ മുൻധാരണനെ പൊളിക്കുക. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബോക്സുകൾ ഔട്ട് ഓഫ് ദ ബോക്സ് ആവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാ കാര്യത്തിലും ഔട്ട് ഓഫ് ദ ബോക്സ്. നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാതിരിക്കുക, ഡിഫറെൻ്റ് ആവുക. നമ്മളെ വ്യത്യസ്തമായിട്ട് നിൽക്കുക എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ദിജു, ഇത് എളുപ്പമല്ലടാ, ഇത് നല്ല പണിയുണ്ട്. അതായത് നേരത്തെ ശ്രീ പറഞ്ഞതുപോലെ നമുക്കൊരു കിക്ക് ഉണ്ടാവുന്നൊരു പരിപാടി ഉണ്ട് ഇതിനകത്ത്. ശ്രീൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഞാൻ പലപ്പോഴും എഴുത്തിൽ. ശ്രീ പറഞ്ഞു ഒരു കഥാപാത്രത്തിന് മുക്കാലെത്തുമ്പോഴാണ് ഇതാരാണ് കൊന്നതെന്ന്. ഞാൻ നേരെ തിരിച്ചാണ്. ഞാൻ ആദ്യം ആരാ കൊന്നതെന്ന് തീരുമാനിക്കും. അത് ഞാൻ അങ്ങനത്തെ ഒരു എഴുതുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു പാറ്റേണിൽ പറഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സാണ് ഞാൻ ആലോചിക്കുക. ഒരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ആലോചിക്കുക ക്ലൈമാക്സാണ്. എന്തായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ്, ഈ കഥ എങ്ങനെയാണ് അവസാനിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത് ഇത് എവിടെ പ്ലേസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇത് എവിടെ പ്ലേസ് ചെയ്യുക, അടുത്ത ആലോചനയാണ് പ്രശ്നം. ഞാൻ എഴുതിയ പുസ്തകങ്ങളിൽ നിന്നും ഇതിനകത്ത് എന്താ വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റും, ഇതിൽ ഏത് രീതിയിൽ കൊണ്ടുവരാൻ പറ്റും, ഭാഷയിൽ കൊണ്ടുവരാൻ പറ്റുമോ, ആഖ്യാനത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ, അതിൻ്റെ മറ്റ് സാധ്യതകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, എന്തെനിക്ക് പുതിയത് ചെയ്യാൻ പറ്റും. ഇത് ആലോചിച്ച് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എഴുതാനിരിക്കുള്ളൂ. എന്നിട്ട് ഈ ക്ലൈമാക്സ് എനിക്കിങ്ങനെ ദൂരെ കാണാം. ഒരു വിഷ്വലിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്നു, ഞാൻ അങ്ങ് ദൂരെ ആ ബിൽഡിങ്ങിൽ എൻ്റെ ക്ലൈമാക്സ് കാണുന്നു, ചെറിയ അക്ഷരത്തിൽ എഴുതി വെച്ചത് ഞാൻ കാണുന്നു. ഞാൻ ഇവിടുന്ന് ഈ ക്ലൈമാക്സിലേക്കുള്ള നടത്തമാണ് എൻ്റെ എഴുത്ത് മുഴുവനും. അതിനോടൊപ്പം തന്നെയാണ് ഗവേഷണം. അത്യാവശ്യം നല്ല പണിയെടുക്കേണ്ടി വരാറുണ്ട്. പല പുസ്തകങ്ങൾക്കും നല്ല പണിയുണ്ട്. അപ്പം എഴുതാൻ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതികൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എഴുതാൻ പറ്റിയ ഒരു കാര്യം ഇതാണ്. എനിക്ക് അതൊരു കിക്ക് തരുന്നുണ്ട്, ഒരു സുഖം തരുന്നുണ്ട്. നമ്മൾ ഒരാളെ പുതുതായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഒക്കെ എനിക്ക് കൗതുകം, മറ്റേ കുറച്ച് ലേശം കൗതുകം കൂടുതലാണെന്നറിയില്ലേ, അതിനൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് സീരിയസ്ലി കുറച്ചൊരു കൗതുകം കൂടുതലാണ് എല്ലാത്തിനോടും. അത് എന്താണുള്ളതെന്നറിയാം. നമ്മൾ പറയും, നമ്മൾ വെറുതെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വന്ന് നോക്കൂലേ, അല്ലെങ്കിൽ വീട്ടിൽ പോയി ഫ്രിഡ്ജ് വെറുതെ തുറന്ന് നോക്കുന്നു. നമ്മൾ സാധാരണ കാണുന്ന വീട്ടിൽ പോയിട്ട് കാസറോൾ അടച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് തുറന്ന് നോക്കുന്നു. ഇതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ആരെങ്കിലും ഇങ്ങനെ എന്താ പറയുക, വെറുതെ നമ്മളുടെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെന്തോ പറഞ്ഞിക്കെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കൗതുകത്തിൻ്റെ പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കൊരാളെക്കുറിച്ച് നമ്മൾ ഒരാളെ കാണുന്നു, ഒരു ക്രഷ് തോന്നിയിട്ട് അയാളെക്കുറിച്ചിട്ട് അറിയണമെന്ന് തോന്നുന്നു. ഇതൊക്കെ കൗതുകത്തിൻ്റെ പുറമേയുള്ളൊരു സംഗതിയാണ്. ഈ ഒരു കൗതുകം എനിക്ക് കുറച്ചൊരു കൂടുതലാണ്. അപ്പോൾ ഈ കൗതുകത്തിൻ്റെ മുകളിൽ നിന്നിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കുറേ അലയും കുറേ എൻ്റെ കുറേ കൂടെ പുസ്തകങ്ങളാണ് എൻ്റെ റെഫറൻസ് പറയുന്നത്. ഞാൻ വായിക്കുന്നതിലൂടെയാണ് കുറേ കൂടെ റെഫറൻസുകൾ കണ്ടെത്തുന്നത്. പിന്നെ ഗവേഷണം അതാണ്. പിന്നെ അല്ലാത്തതിപ്പം ഇപ്പോൾ നമ്മുടെ നാവികൻ്റെ ഡയറി കുറിപ്പ് ഒക്കെ എഴുതുമ്പോൾ അത്യാവശ്യം നല്ല ഗവേഷണം ആവശ്യമുണ്ട്, വലിയ ഗവേഷണം. അതായത് കേരളത്തിൻ്റെ കപ്പൽ ചരിത്രം, ലോക കപ്പൽ ചരിത്രം, ഈ കപ്പിത്താന്മാരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ജീവിതം, കടലിൻ്റെ അകത്തുണ്ടാവുന്ന സംഗതികൾ, കടലിലെ മാറ്റങ്ങൾ, കാലാവസ്ഥ, അത് എങ്ങനെയാണ് ഒരാളുടെ മാനസികമായിട്ട് അയാളെ സ്വാധീനിക്കുന്നത്, കടലിലൊരു മാറ്റം എങ്ങനെയാണ് ഒരാൾ മാനസികമായിട്ട് ഇങ്ങനെ വലിയ ഗവേഷണത്തിൻ്റെ ഭാഗമുണ്ട്. അപ്പം വരാനിരിക്കുന്ന പുതിയ പുസ്തകം പോലും അത്യാവശ്യം നല്ല ഗവേഷണമുള്ള പുസ്തകമാണ്. ഒരു 2000 വർഷം പഴക്കമുള്ള ഇന്ന് കേരളം എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. നമ്മുടെ എന്താ പറയുക, ആയിരാജവംശമായിട്ട് ആയിശാലിയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പുസ്തകമാണ്. കലമറപ്പ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇതൊക്കെ തരുന്ന ഒരു കിക്കുണ്ട്, ഒരു സുഖം, ആത്മഹർഷം. ഈ ഒരു ആത്മഹർഷത്തിൻ്റെ പുറത്താണ് ഈ എഴുത്ത് മുഴുവൻ സംഭവിച്ചു പോയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സംഭവിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പം കഴിയുന്നതും ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നൊരു സംഗതിയോടെ ഉണ്ട്.
എൻ്റെ ഒരു പുസ്തകം എടുത്തു വെച്ചിട്ട് അതിൽ പേരില്ല, ടൈറ്റിൽ എഴുതാത്ത എൻ്റെ പേരോ ഫോട്ടോയോ ഒന്നും ഇല്ലെങ്കിലും ഇത് വായിച്ചിട്ട് ഇത് ഇന്ന ആളാണ് എഴുതിയെന്ന് പറയാൻ പറ്റാത്തൊരു ഒരു സംഗതി ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ഇത് ഇയാളല്ല ഇത്, അത് പിന്നീട് പറയുകയാണ് അത് റിഹാൻ എഴുതി, റിഹാൻ എഴുതിയതാണോ എന്ന് മറ്റൊരാൾ ചോദിക്കുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടുള്ള ശ്രമമാണ്. ശ്രീപാർവതിയോട് മാധവീനെ കുറിച്ച് സംസാരിച്ച് എനിക്ക് വായിച്ച പുസ്തകങ്ങളിൽ എൻ്റെ ഫേവറേറ്റ് മാധവിയാണ്. ഞാൻ വളരെ ഇഷ്ടത്തോടു കൂടി ഒരു മടുപ്പുമില്ലാതെ വായിച്ചു തീർത്തൊരു പുസ്തകമാണ് മാധവി. നാറാണീശം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ ഗ്രാമത്തിലെ മാധവി എന്ന് പേരുള്ള ഒരു സ്ത്രീയുടെ 3 തലമുറകളിലായിട്ടുള്ള ഒരു കഥയാണ് മാധവി. മേനകയുടെ തിരോധാനമാണ് കഥാപശ്ചാത്തലം. ശ്രീപാർവതി പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ജസ്റ്റ് തോന്നിയതാണ്, ഞാൻ ചോദിക്കണം, പേഴ്സണലായിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ച ഒരു അവസരം കിട്ടിയപ്പോൾ ഇപ്പോൾ ചോദിക്കുകയാണ്. അതിൽ ഒരുപാട് സ്ത്രീ കേന്ദ്രീകൃതമായിട്ടാണ് പാർവതിയുടെ എഴുത്തുകൾ മൊത്തം മുന്നോട്ട് പോകുന്നത്. അതിലൊരുപാട് പുരുഷ കഥാപാത്രങ്ങളുണ്ട്. നാണപ്പൻ, അയ്യപ്പൻ, അമ്മിണിയപ്പൻ, അതേപോലെ തന്നെ മാധവിയുടെ ഭർത്താവ്, ഇങ്ങനെ ഒരുപാട് പുരുഷ കഥാപാത്രങ്ങളുണ്ട്. സ്ത്രീയോട് അല്പം ബഹുമാനം, അല്പം സമത്വം, ഇങ്ങനെയുള്ള വളരെ ജനറലായിട്ടുള്ള ഒരു ഇക്വാലിറ്റി പോലെയുള്ള അങ്ങനെ ഒരുവിധ കാര്യങ്ങളുമുള്ള ഒരു പുരുഷനെ പോലും ഞാൻ ആ പുസ്തകത്തിൽ കണ്ടിട്ടില്ല. എല്ലാ പുരുഷന്മാരും ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇത് ബോധപൂർവമായിട്ട് പുരുഷന്മാർക്ക് ആർക്കും കൊടുക്കാതെ എഴുതിയത് തന്നെയാണോ, എന്താണ് അതിന് പിന്നിലെ ഒരു രാഷ്ട്രീയം എന്നുള്ളതാണ്. ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചോദ്യമാണത്. പക്ഷേ ചില മനുഷ്യർ ഒരിക്കലും പൊളിറ്റിക്കലി കറക്റ്റല്ല. നമ്മളിവിടെ ഇരിക്കുന്ന എത്ര പേര് പൊളിറ്റിക്കലി കറക്റ്റാണ്? നമ്മളാണോ? കുറേയൊക്കെ നമ്മൾ ശ്രമിക്കുമല്ലേ? നമ്മളൊരു പൊതുസമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രമിക്കും, മനഃപൂർവ്വം നമ്മൾ ശ്രമിക്കും, നമ്മൾ കുറേയൊക്കെ കറക്റ്റ് ആവാൻ ശ്രമിക്കും. നിങ്ങളുടെ തലമുറ കുറേ ബെറ്റർ ആയിട്ടുണ്ടാവും അല്ലേ, പക്ഷെ നമ്മുടെ തലമുറയൊന്നും അത്രയും ബെറ്റർ അല്ലായിരുന്നു. അപ്പം അതിനു മുന്നേ ഉള്ളൊരു തലമുറയുടെ കഥയാണ് മാധവി പറയുന്നത്. അപ്പം അവരൊരിക്കലും ഒരു പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള മനുഷ്യരേ അല്ല. അവർ ഒരു പാട്രിയാർക്കി എപ്പോഴും മുകളിൽ ആ ഒരു പാട്രിയാർക്കിയുടെ പവർ മുഴുവൻ ഉള്ള ഒരു കാലത്തിൻ്റെ കഥയാണ്. അപ്പോൾ അവിടെ സ്ത്രീകളുടെ ഒരു നിലപാട്, പ്രത്യേകിച്ച് ജാതി പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ജാതി എന്ന് പറയുന്നൊരു സംഭവവും സ്ത്രീ എന്ന് പറയുന്ന സംഭവവും എല്ലാം താഴെ നിൽക്കുന്ന ഒരു തരം നിലപാടുകളുണ്ട്. അവിടെ ജാതിയിൽ മുകളിലുള്ള ആൾക്കാർ, അതുപോലെ പുരുഷന്മാർ, ഇവരുടെയൊക്കെ സ്ഥാനം കഴിഞ്ഞിട്ടാണ് പിന്നെയും സ്ത്രീയും കുട്ടികളും ഒക്കെ വരുന്നത്. അപ്പോൾ അവിടെ അവർക്ക് കൊടുക്കുന്ന ഒരു താഴ്ത്തിക്കെട്ടലുണ്ട്. അത് നമ്മൾ അതുപോലെ തന്നെ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആ കാലത്തിനോട്, ചില തലമുറകളോട്, ചില മനുഷ്യരോട് ചെയ്യുന്ന ഉത്തരവാദിത്വം ഇല്ലായ്മയാവും. അപ്പോൾ പക്ഷേ എന്നാലും എന്താണ് ഇപ്പം നാണപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം, അയാൾക്ക് മാധവിയോട് ഭയങ്കര ഇഷ്ടമുണ്ട്. എന്നാൽ ആ നാട്ടിലുള്ള മിക്ക പുരുഷന്മാർക്കും ഇവളോട് ഒരു താല്പര്യമുണ്ട്. പക്ഷേ നാണപ്പന് ഇവളോട് കുറച്ചും കൂടി ഒരു പ്രണയം കലർന്ന ഒരു ആരാധനയുണ്ട്. അയാൾ കുറച്ചും കൂടി ഇവളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അയാൾ വീട്ടിൽ കാണിക്കുന്ന സ്വന്തം ഭാര്യയോട് കാണിക്കുന്ന ഒരു നീതിയില്ലായ്മയുണ്ട്. അപ്പം ഇതൊക്കെ എല്ലാ മനുഷ്യരുടെയിലും ഇന്നുമുള്ള കഥയാണ്. ഇപ്പം നമ്മൾ നാണപ്പനെ പോലെ ഒരാൾ നമ്മുടെ എത്ര പേരുണ്ടാവും? ഈ തലമുറയിൽ എത്ര പേരുണ്ട്? എനിക്കറിയുന്ന എത്ര പേരുണ്ട്? നമ്മുടെ എല്ലാ കാലത്തും, ഏത് കാലത്തെടുത്ത് നോക്കിയാലും ഈ പറയുന്ന പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള മനുഷ്യർ എല്ലാ കാലത്തും ഉണ്ട്. ടോക്സിസിറ്റി ഉള്ള മനുഷ്യർ എല്ലാ കാലത്തും ഉണ്ട്. സ്ത്രീകൾക്കും പറഞ്ഞ പോലെ ജാതിപരമായിട്ടുള്ള ഒരു അനീതി കാണിക്കുന്ന മനുഷ്യരും ഇന്നും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇതെല്ലാം നടക്കുന്നൊരു കാലത്തിരുന്നാണ് നമ്മൾ പറഞ്ഞ പോലെ സമത്വം വേണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമേ അല്ല. പക്ഷേ സമത്വം വേണമെന്ന് നമുക്ക് സംസാരിക്കാം. നമ്മൾ സംസാരിക്കേണ്ടുന്ന സമയത്ത് ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഇപ്പം ദിൽജോയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചെങ്കിൽ അത് ദിൽജോയുടെ മനസ്സിലുള്ള ഒരു ഇക്വാളിറ്റിയുടെ ഒരു ഫീലും ഉണ്ടല്ലേ. അങ്ങനെ ഒരു ചോദ്യം എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ടാവണം.
ഇങ്ങനെ മനുഷ്യരുണ്ട്, ആ മനുഷ്യർ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവണം എന്നാണ്. അപ്പം ചെയ്യുന്നത് കുറേയൊക്കെ മാധവിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അയാൾ സ്വന്തം വീട്ടിൽ അയാൾ അനീതി കാണിക്കുകയാണ്. അപ്പോൾ അയാൾ കാണിക്കുന്നത് അനീതിയാണെന്ന് നമുക്ക് മനസ്സിലാവണം. അയാളുടെ ഭാര്യയോട് അനീതി ചെയ്യുന്നു, മറ്റേത് സ്ത്രീകളെ സ്വന്തമാക്കാൻ വേണ്ടി, ഇഷ്ടപ്പെടുന്ന ഒരാളെ സ്വന്തമാക്കാൻ വേണ്ടി, അയാളെ നശിപ്പിക്കാൻ വേണ്ടി പോലും പുറപ്പെടുന്ന മനുഷ്യർ ഇന്നത്തെ കാലത്ത് ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ ഒരാൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഒരു പുസ്തകത്തിൽ നമ്മൾ അങ്ങനെ ഒരാളെ വായിച്ചാൽ, നമ്മളെല്ലാം പൊളിറ്റിക്കലി വളരെ കറക്റ്റായിട്ടുള്ള മനുഷ്യരെ വായിച്ചാൽ നമുക്ക് അല്ലാത്ത ഒരാൾ മുന്നിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും അല്ലേ? ഇപ്പോൾ ഇങ്ങനെ ഒരാളെ വായിച്ചു കഴിഞ്ഞ് നാളെ നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരാൾ വന്നാൽ നമുക്ക് അറിയാതെ അങ്ങനൊരു ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇയാളെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ഇയാളെ അറിയാലോ എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടാവില്ലേ? ഒരു മേ ബി അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലേ? അപ്പോൾ അങ്ങനെ പലതരത്തിൽ നമുക്ക് ഇതിനെ വായിക്കാം. പിന്നെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ ഇതായിട്ടുള്ളൊരു പ്രസ്താവനയാണ് എന്നെനിക്കറിയാം. പക്ഷേ കാരണം ഇപ്പം മീശ, നമ്മൾ ഹരീഷേൻ്റെ മീശ എടുക്കുന്നു. എന്തുകൊണ്ടാണ് ആ കഥാപാത്രം അത്തരത്തിൽ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ പുസ്തകം വരെ എന്താ പറയുക, മടക്കേണ്ടി വന്നു. എന്തുകൊണ്ട് ആ കഥാപാത്രം അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചു? കാരണം ആ കഥാപാത്രം അങ്ങനെയാണ്. അയാൾ സ്ത്രീകളെ കാണുമ്പോൾ അത്തരത്തിൽ സംസാരിക്കുന്നൊരു മനുഷ്യനാണ്. അവർ അമ്പലത്തിൽ പോകണോ, പള്ളിയിൽ പോകണോ, മരിച്ചു കിടക്കുന്നിടത്ത് പോകണോ എന്നുള്ള അയാളുടെ ഒരു വിഷയമേ അല്ല. സ്ത്രീയാണ്, അവരൊരു ശരീരമാണ് എന്ന് പറയുന്നത്. ആ ശരീരം മാത്രമേ അവർ കാണുന്നുള്ളൂ. അവിടെ ക്ഷേത്രമാണെന്നോ ഏതെങ്കിലും ആരാധനാലയമാണെന്നോ സ്ത്രീ എന്ന് പറയുന്നത് റെസ്പെക്റ്റ് അർഹിക്കുന്നൊരു വ്യക്തിയാണെന്നോ എന്നുള്ളതൊന്നും മറ്റവർക്ക് വിഷയമല്ല. അയാളുടെ കഥാപാത്രം അങ്ങനെയാണ്, അയാളുടെ മനുഷ്യൻ അങ്ങനെയാണ്. അത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യർ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. പലരും മാസ്ക് വെച്ച് നടക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ മുന്നിലുള്ള 100% ആൾക്കാരും ഞാൻ പറയാം മാസ്ക് വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. നമ്മൾ അവരുടെ മനസ്സിനോട് ചോദിച്ചാൽ നമ്മൾ തന്നെ നമുക്ക് തന്നെ അറിയുള്ളൂ. നമുക്ക് പോലും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഈവിൾനെസ് ഉണ്ടെന്നുള്ളത്. എല്ലാവരുടെ ഉള്ളിലും ഒരു ഈവിളും ഒരു ഗുഡും ഉണ്ട്, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ട്. പക്ഷേ അത് സിറ്റുവേഷൻ അനുസരിച്ച് പുറത്ത് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മളും പറയും, വെരി പേഴ്സണലി നമ്മൾ പറയും, നമ്മുടെ ഉള്ളിലെങ്കിലും നമ്മൾ പറയും ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു വാക്ക് അല്ലെന്ന് ഇവിടെ ഒരാൾ പറയട്ടെ. സോ നമുക്ക് തന്നെ നമ്മളെ അതിലൂടെ കാണാൻ പറ്റുന്നൊരു നമ്മളൊരു റിഫ്ലക്ഷൻ അതിനകത്തുണ്ട്. അത്രയൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും. എനിക്ക് പറയുന്നത് ക്രിയേറ്റീവ് പ്രോസസ്സിൽ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ്സിന് അത്രയൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ മനുഷ്യരെയാണ് കാണേണ്ടത്, മാസ്ക് വെച്ച മനുഷ്യരെ. ഉത്തരം തുടങ്ങിയപ്പോൾ എൻ്റെ ചോദ്യം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയോ എന്നൊരു സംശയം എനിക്ക് തോന്നി. ഇപ്പം മാറി നല്ല ഉത്തരം. ഇനി റിഹാനോടാണ്. റിഹാൻ എഴുത്ത് തുടങ്ങിയിട്ട് കുറച്ച് കാലം, അതിനുള്ളിൽ ഒരുപാട് എത്ര പുസ്തകങ്ങളായി? ഇപ്പോൾ 15 പുസ്തകങ്ങളായി. ഈ ഓരോ പുസ്തകങ്ങൾക്കും തമ്മിലുള്ള ഇടവേള എന്ന് പറയുന്നത് വളരെ ചെറിയ ഇടവേളയാണ്. അതായത് അത്രയും അധികം പുസ്തകങ്ങൾ ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട് എഴുതി തീർത്തിട്ടുണ്ട്. എന്തോ ഒരു തിരക്ക് പിടിച്ചെഴുതുന്ന പോലെ. ശരിക്കും അത്രയും തിരക്കോട് കൂടി എഴുതിയാൽ മാത്രമേ ഇത്ര പുസ്തകങ്ങൾ വരൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ ശരിക്കും അതെനിക്ക് മനസ്സിലായത്, റിഹാൻ ശരിക്കും എഴുത്തിനെ പക്കാ പ്രൊഫഷണലായിട്ട് കാണുന്ന ഒരു എഴുത്തുകാരനായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഭൂരിഭാഗം സമയവും എഴുത്തിന് കൊടുത്തുകൊണ്ട് എഴുതാൻ പക്കാ പ്രൊഫഷണലായിട്ട് സമയം ക്രമീകരിച്ചുകൊണ്ട് എഴുതുന്ന ഒരു എഴുത്തുകാരനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് റിഹാൻ്റെ എഴുത്തിൻ്റെ ഒരു രീതി, സമയക്രമവും കാര്യങ്ങളും എന്നൊന്ന് പറഞ്ഞാൽ? അത് രഹസ്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നാണ്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്ത് ഒരു രാഘവേട്ടനുണ്ട്. മുപ്പര് രാവിലെ പണിക്ക് പോകുന്ന ഒരാളാണ്. ഈ സാധാരണ കെട്ടിൻ്റെ പണിക്കൊക്കെ പോകുന്ന ആളാണ്. മുപ്പര് രാവിലെ ഒരു സഞ്ചിയൊക്കെ എടുത്തിട്ട് ഒരു ചെറിയ മഴുവൊക്കെ എടുത്തിട്ട് പോകും. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് ഇറങ്ങും. മുപ്പര് പണിസ്ഥലത്തേക്ക് പോകും. ഞാനൊരു ചെറിയൊരു സ്പേസ് ഉണ്ട് എനിക്ക് എഴുതാനുള്ള ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് ഒരു കടമുറിയുടെ മുകളിൽ. അപ്പം ഞാൻ ഈ ലാപ്ടോപ്പ് എടുത്തിട്ട് രാഘവേട്ടൻ്റെ കൂടെ ഞാനും ഇറങ്ങും. മുപ്പരും പണിക്ക് പോകുന്നു, ഞാനും പണിക്ക് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ
ഞാനിതിനെ പക്കാ പ്രൊഫഷണലായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാനൊരു ജോലി ചെയ്യുന്നത് പോലെയാണ് എഴുത്തിനെ കാണുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എന്തായാലും 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തും. അവിടെ വൈകുന്നേരം ഏറ്റവും ചുരുങ്ങിയത് വൈകുന്നേരം 6 മണി വരെ ഞാൻ അവിടെ തന്നെ ഇരിക്കും. ചോറ് ഞാൻ കൊണ്ടുവരാറുണ്ട്. ഞാൻ ആകെ പുറത്തിറങ്ങുക ചായ കുടിക്കാൻ പോകാനാണ്. അപ്പോൾ ബാക്കിയുള്ള സമയം ഞാൻ വായനയ്ക്കായും എല്ലാ ദിവസവും വായിക്കും. 10, 20, 30 പേജിനുള്ളിൽ എല്ലാ ദിവസവും വായിക്കും. അതിനുശേഷം എഴുതും. എൻ്റെ എഴുത്ത് മാത്രമല്ല, ഞാൻ വേറെ ഈ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ കുറേ പണികളുണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള വേറെ പണികളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് പോലെ ഇരുന്നിട്ട് എഴുതുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് ഇന്ന് ഇത്ര സമയത്ത് ഇത് ചെയ്യണം, ഈ സമയത്ത് എൻ്റേതാണെങ്കിലും ഇങ്ങനെ അതിനൊരു സമയക്രമവും മറ്റ് കാര്യങ്ങളും കൊണ്ട് വയ്ക്കുന്നുണ്ട്. അതിപ്പം സത്യത്തിൽ അങ്ങനെ സാധ്യമായ നല്ലതാണ്. എല്ലാവർക്കും സാധ്യമാകുമോ, സമയത്തെ എങ്ങനെ വീതിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നും. ഇപ്പോൾ ചിലർ, ഞാനിതൊരു റോഡ് സൈഡിലാണ്, എന്നടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, അയ്യോ ഈ ഒച്ചയിലൊക്കെ എങ്ങനെ എഴുതുന്നത്, വളരെ സൈലൻ്റ് ആയിരിക്കണം. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കുറേ മുൻപൊക്കെ ഡോൾസ് എഴുതുന്ന സമയത്തൊക്കെ അപ്പോൾ ഈ ഓഫീസ് പരിപാടിയൊന്നുമില്ല, ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഇരുന്നിട്ട് എനിക്ക് എവിടെ നിന്നാണോ ഇരിക്കുന്നത് അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് എഴുതണം. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഒരു വീടിൻ്റെ അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഞാൻ അവിടെ രാവിലെ പോയി ഇരുന്നിട്ട് വായി നോക്കുന്നത് പോലെ ഇരുന്നിട്ട് ഞാൻ എഴുതുക ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറേ ഇരുന്നിട്ട് അവിടെ തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് മടുക്കും. അപ്പോൾ ഞാൻ ബസ് കയറിയിട്ട് നമ്മുടെ സരോവരത്തിൽ വരും. സരോവരത്തിൽ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് എഴുതിയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ഫോണിലാണ് എഴുതുന്നത്. ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ലാപ്ടോപ്പിലൊക്കെ, അന്നൊരു ഫോണിൽ വെച്ചിട്ട് എഴുതുകയാണ്. അപ്പോൾ ഈ സരോവരത്തിൽ വരുന്നു, അവിടെ എന്ത് പോകണം, പല കാര്യങ്ങളും കാഴ്ചകളുള്ള സ്ഥലത്താണ്. എനിക്കതൊന്നും പ്രശ്നമല്ല. എൻ്റെ ഫോക്കസ് എനിക്ക് പുറത്തുണ്ടാകുന്ന ശബ്ദങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിനകത്ത് ആകെ ചെയ്യുന്ന മറ്റൊരു രഹസ്യം എന്നൊക്കെ പറയാൻ, ഞാൻ പാട്ട് കേൾക്കും എഴുതുമ്പോൾ. എനിക്ക് ആ പാട്ട് കേട്ടുകൊണ്ടിരുന്നിട്ടാണ് ഞാൻ എഴുതുക. അതൊരു ബീറ്റ്സായിട്ട് ഇങ്ങനെ, ഞാൻ പാട്ട് കേൾക്കുന്നു എന്ന് വെച്ചാൽ പാട്ട് കേൾക്കുന്നില്ല, അതൊരു ബീറ്റ്സായിട്ട് ഇങ്ങനെ എൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത് ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് കൂടുതൽ പറഞ്ഞ് സമയമില്ല, കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നുമില്ല. നമുക്ക് ടൈം പോയി എന്നുള്ള ഒരു ചീട്ടാണിത്. അപ്പോൾ അവസാന ഒരു സെഷൻ്റെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഈ ജനപ്രിയത എന്നുള്ള പറഞ്ഞ സെഷനിൽ പ്രധാനമായിട്ടും വരുന്നൊരു ചോദ്യം അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ത്രെഡ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകമാണോ ഏറ്റവും നല്ല പുസ്തകം? കുറച്ചുകൂടി ഇതാക്കി ചോദിച്ചാൽ ബെസ്റ്റ് സെല്ലിംഗ് ബുക്സ് ആണോ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇത് ശരിക്കും കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ഞാൻ കേട്ടൊരു അഭിപ്രായം എന്ന് പറയുന്നത്, ശരിക്കും ജനപ്രിയ കൃതികൾ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ആളുകൾ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന പുസ്തകമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ സമയത്ത് വായിക്കപ്പെടുന്ന പുസ്തകമാണ്. പക്ഷെ ഇതാണോ ബെസ്റ്റ്? ആ സമയം കഴിഞ്ഞിട്ടും ഒരുപാട് കാലം നിലനിൽക്കുന്ന പുസ്തകങ്ങളല്ലേ യഥാർത്ഥത്തിൽ നല്ല പുസ്തകങ്ങൾ എന്നുള്ളൊരു വിമർശനം കേൾക്കണ്ടേ? ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. അതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിന് ശേഷം ഓഡിയൻസിന് 1-2 ചോദ്യമുണ്ട്. നല്ലത് ചീത്ത എന്ന് പറയുന്നൊരു ചീത്ത എന്നുള്ളതല്ല, നല്ലത് ഏതാണ് എന്ന് പറയുന്നൊരു ചോദ്യമാണ്. നല്ലത് ഏതാണ് എന്ന് പറയുന്നൊരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ് സത്യത്തിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെയാണ്. കാരണം നമുക്ക് ഏതാണോ വായിക്കാൻ ഇഷ്ടം, നമുക്ക് ഏതാണോ, ഇപ്പം ഒരു മനുഷ്യൻ, നമുക്കൊരാളോട് പ്രണയം തോന്നുവാണ്, അപ്പോൾ ആ മനുഷ്യൻ നമ്മളോട് കാണിക്കുന്നൊരു സ്വഭാവമുണ്ട്. നമ്മളോട് അയാൾ കുറേ ടോക്സിക് നേച്ചർ കാണിക്കുന്നു. നമ്മൾ അവസാനം നമ്മൾ മടുത്തിട്ട് അയാൾ നമ്മളെ ഇട്ടേച്ച് പോകുന്നു. പക്ഷേ വേറൊരാളായിട്ട് അയാൾ കമ്മിറ്റ് ആവുകയാണ്. ആ സ്ത്രീയോട് അയാൾ ചിലപ്പോൾ മേ ബി അയാളുമായിട്ട് റെസൊണേറ്റ് ചെയ്യുന്നൊരു സ്ത്രീ ആയിരിക്കാം അത്.
അല്ലെങ്കിൽ അയാളുടെ ലൈഫ് പാർട്ട്ണർ ആവാൻ പോകുന്നൊരു സ്ത്രീ തന്നെ ആയിരിക്കാം. അയാളുമായിട്ടുള്ള കുറേ റിഫ്ലക്ഷനും കണക്ഷനും ഒക്കെ ഉള്ളൊരു സ്ത്രീ ആയിരിക്കാം അത്. അപ്പോൾ അയാൾ എന്നോട് കാണിച്ച ഒരു ക്യാരക്ടർ ആയിരിക്കില്ല ആ സ്ത്രീയോട് കാണിക്കുന്നത്. അത് ചിലപ്പോൾ അവർ കുറച്ചും കൂടി ഭയങ്കര ബെറ്റർ ആയിട്ടുള്ളൊരു ലവ് സ്റ്റോറി ആയിരിക്കാം അവർക്കിടയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ വായിക്കപ്പെടുന്ന ഒരു പുസ്തകം നമുക്ക് ചിലപ്പോൾ ബെസ്റ്റായിട്ട് തോന്നിയേക്കാം, വേറൊരാൾക്ക് അത് ബെസ്റ്റല്ല. വേറൊരാൾക്ക് ബെസ്റ്റായിട്ട് തോന്നുന്നൊരു ഒരു വായന നമുക്ക് ബെസ്റ്റല്ല. സോ ഇത് എല്ലാം പെർസ്പെക്റ്റീവാണ്. ബെസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ മാത്രം പെർസ്പെക്റ്റീവിലുള്ളൊരു സാധനമാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോൾ സാഹിത്യ പുസ്തകമാണോ ജനപ്രിയ പുസ്തകമാണോ ബെസ്റ്റ് എന്നുള്ളതാണല്ലോ ചോദ്യം. അതിനകത്തൊരു എന്താ പറയുക, അങ്ങനെ ഒരു ചോദ്യം സത്യത്തിൽ നമ്മൾ പാരലലി ഒന്നിച്ച് മുന്നോട്ട് പോവുക, പരസ്പരം റെസ്പെക്റ്റോടുകൂടി മുന്നോട്ട് പോവുക എന്ന് പറയുന്നൊരു ഉത്തരം മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഈ ചോദ്യത്തിൽ തന്നെ അതിൽ ഉത്തരമുണ്ട്. ഇതിൽ പറയുന്നത് ബെസ്റ്റ് സെല്ലിങ് അതൊരു പറയുന്നില്ലേ, ഇത് കൂടുതൽ വിൽക്കുന്നതെന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ. കൂടുതൽ വായിക്കപ്പെടുന്നുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളിത് നിർബന്ധമായിട്ട് വായിക്കപ്പെടുന്നോ അടിച്ചേൽപ്പിക്കുന്നില്ലല്ലോ എവിടെയും. ഇത് ബെസ്റ്റ് സെല്ലിങ് പുസ്തകമാണ്, കൂടുതൽ വിറ്റ് പോകുന്നുണ്ട് എന്നല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ഈ ഗുഡ് ബാഡ്, എന്താണ് ഈ ഗുഡ് ബാഡ്, ആരാണിത് തീരുമാനിക്കുന്നത്, ആരാണ് ഇതിൻ്റെ ഡിസൈഡ് ചെയ്യുന്ന ഒരാൾ, നല്ലതേത് ചീത്തയേത്, അങ്ങനെ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക? എനിക്ക് ചീത്ത, ഇപ്പം എനിക്ക് റഹ്മത്ത് ഹോട്ടലിൽ ബീഫ് ബിരിയാണി ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇപ്പം ദിൽജുവിന് ബീഫ് ബിരിയാണി അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് ദിൽജുവിനോട്, നാളെ മുതൽ ദിൽജു ബീഫ് ബിരിയാണി കഴിക്കണ്ട, റഹ്മത്ത് ഹോട്ടലിലെ ബീഫ് ബിരിയാണി കഴിക്കാനേ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. എന്നിട്ട് ദിൽജു വീണ്ടും പോയി കഴിക്കുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഒരു ചിരട്ടയിൽ മണ്ണ് വാരി ആ ബിരിയാണിയിൽ ഇടാൻ പറ്റുമോ? അതും പറ്റൂല. ഇവിടെ നമുക്ക് ചോയ്സുകളുണ്ട്, ഇഷ്ടം പോലെ ചോയ്സുകളുണ്ട്. നിങ്ങൾക്ക് എന്ത് തിരഞ്ഞെടുക്കാം? നിങ്ങൾക്ക് ബുദ്ധിയും ബോധവും കഥയൊക്കെ ഉള്ള ആളുകളാണ് ഇവിടെയുള്ള ആളുകൾ. അവർക്കറിയാം എന്ത് തിരഞ്ഞെടുക്കണം, നല്ലത് വായിക്കുന്നത്. ഇപ്പോൾ ഒരു രസം ഞാൻ പറയാം. കല്യാണിയും ദാക്ഷാണിയും എന്ന് പറയുന്ന പുസ്തകം ലിറ്റററി ഫിക്ഷനുമാണ്. അത് ഒരു പ്രകാശനത്തിന് മുൻപ് തന്നെ ഒരു എഡിഷൻ വിറ്റ് തീർന്ന പുസ്തകമാണ്. ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാതൃഭൂമിൻ്റെ ടോപ്പ് സെല്ലേഴ്സിൽ 1-2 വർഷമായിട്ട് ഒരേപോലെ നിൽക്കുന്ന പുസ്തകമാണ് പിന്നെ കല്യാണിയും ദാക്ഷാണിയും എന്ന് പറയുന്ന പുസ്തകം, അല്ലെങ്കിൽ ആത്രേയകം എന്ന് പറയുന്ന പുസ്തകം. ഇത് ബെസ്റ്റ് സെല്ലിംഗ് ആണ്. ഇപ്പുറത്ത് അഖിലിൻ്റെ പുസ്തകമുണ്ട്, നിമ്നയുടെ പുസ്തകമുണ്ട്, ശ്രീപാർവതിയുടെ പുസ്തകമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങൾ വാങ്ങി വായിച്ചോളൂ. എന്തിനാ ഇതിൻ്റെ ഇങ്ങനെ 2 കാര്യങ്ങളൊക്കെ പറയണത്? ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. നമ്മൾ മറ്റുള്ളവരൊരാളെ ഉപദ്രവിക്കാതിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റൊരാളെ വിധിക്കാനോ മറ്റൊരാളെ തടയാനോ ഒന്നും നമ്മൾ ആരുമല്ല. ഇത് എന്താണ് നല്ലത് ചീത്ത, ആരാണിത് തീരുമാനിക്കുന്നത്? അതിനാദ്യം ഒരു തീരുമാനം ഉണ്ടാവട്ടെ, അതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. തീർച്ചയായും ഇത് വിഷയം എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഈ വിഭജനത്തിൻ്റെ ഒന്നും അടിസ്ഥാനം എവിടെയും ആരും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരടിസ്ഥാനത്തിലുള്ള വിഭജനമൊന്നുമല്ല ജനപ്രിയ മുഖ്യധാര എന്ന് പറയുന്നത്. ഇനി മുഖ്യധാര എന്ന് പറയുന്നതിൻ്റെ മുഖ്യധാര സാഹിത്യത്തിലേക്ക് എത്തണമെങ്കിൽ ഏത് ഘടകങ്ങളൊക്കെ പിൻപറ്റണം എന്നുള്ളത് ആരും ഇതുവരെ ഒരു ഘടകങ്ങൾ പോയിന്റ് വൈസ് ചെയ്തിട്ട് ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടുമില്ല. പറഞ്ഞു തന്ന ജനപ്രിയ സാഹിത്യകാരന്മാർക്ക് അങ്ങനെ മുഖ്യധാരയിലേക്ക് എത്താമെന്ന് വിചാരിക്കാം. ഏത് ഗണമാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാൻ ജനപ്രിയതയിലാണ് റിസർച്ച് ചെയ്യുന്നത്, എൻ്റെ ഒരു വീക്ഷണത്തിൽ എഴുതപ്പെടുന്ന ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഓരോ ഉത്തരവാദിത്തങ്ങളും ഇൻഫ്ലുവൻസും സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വാചകം ഒരാൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ 100 പേര് വായിക്കുമ്പോൾ 100 പേർക്കും 100 വാചകങ്ങളാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എഴുത്തുകാരൻ ഉദ്ദേശിച്ചതായിരിക്കില്ല കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് മുമ്പ് സംഭവിച്ച എന്തെങ്കിലും ഒരു അനുഭവമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആശയതലമായിരിക്കും ആ വാക്കുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നിറവേറ്റിക്കൊണ്ട് സമൂഹം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഈ വിഭജനങ്ങളുടെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ മുഖ്യധാര എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല എന്നുള്ള ഒരു കൺക്ലൂഷനിൽ ഞങ്ങൾ 3 പേരും കൂടി എത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇനി സമയം ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചർച്ചകൾ ക്ഷണിക്കുകയാണ്. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ
ചോദിക്കാവുന്നതാണ്. ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. അടുത്ത സെഷനിലുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.